തെലങ്കാനയിലെ ഖമ്മത്ത് അവിടെ വലിയ മഴയും പ്രളയസമാനമായ സാഹചര്യമായിരുന്നു. അപ്പോൾ കുറച്ച് മനുഷ്യർ ഒരു പാലത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയി. എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിഞ്ഞിരിക്കെ ഒരു JCB ഡ്രൈവറാണ്, സുഭാൻ ഖാൻ എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയാൽ നഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ജീവൻ മാത്രമല്ല, പക്ഷേ ഞാൻ തിരിച്ചു വന്നാൽ 9 പേരുമായിട്ടേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ JCB എടുത്തു പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അതാണ് ഈ ദൃശ്യങ്ങൾ. ശ്രീധരൻ പറയും. ശ്രീധരൻ, ഇത് എന്നാണ് സംഭവം അല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ. ദേവിഷ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഖമ്മത്തെ പ്രകാശ് നഗറിലുള്ള ഒരു പാലത്തിലാണ് കുറച്ച് ആളുകൾ, ആ പ്രദേശവാസികൾ ഇങ്ങനെ കുടുങ്ങിയത്. അതായത് അവിടെ ഉള്ളതിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം പാലമാണ്. അപ്പോൾ അവർ ആ പാലത്തിന് മുകളിലേക്ക് കയറി നിന്നു രക്ഷപ്പെടാൻ. പക്ഷേ ചുറ്റും വെള്ളമായിട്ട് കൂടി അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. തുടർന്നാണ് ഈ JCB ഡ്രൈവറായിട്ടുള്ള സുഭാൻ ഖാൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു ഓരോ നിമിഷത്തിലാണ് അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഒരു ഹീറോ ജനിക്കുക എന്നൊക്കെ നമ്മൾ കാവ്യാത്മകമായിട്ട് പറയാറുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ JCBയും കൊണ്ട് ഈ പാലത്തിനടുത്തേക്ക് പോയി അവരെ രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു. ഏറ്റവും പ്രധാനം, നേരത്തെ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ, ഞാൻ പോവുകയാണെങ്കിൽ ഒരാളുടെ ജീവനെ നഷ്ടപ്പെട്ടുള്ളൂ, മറിച്ച് എനിക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായാൽ 9 പേരെ കൂടി രക്ഷപ്പെടുത്താനാകും എന്നുള്ള ഒരു കാര്യം കൂടി അവിടെയുണ്ട്. ഏതായാലും ആ ഒരു ഡയലോഗ് തന്നെയാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ അച്ഛൻ ധീരനാണ്, ഹീറോയാണ് എന്നുകൂടി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ആ പ്രദേശത്തുള്ള ആളുകളെ രക്ഷിക്കാൻ, അതായത് ഒരു ദിവസത്തോളം അവർക്ക് ആ പാലത്തിന് മുകളിൽ കഴിയേണ്ടി വന്നു. അവരെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം കാണിച്ച ഈ മൈ ഡാഡി മൈ ഹീറോ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ടാഗുകളോട് കൂടിയിട്ടാണ് ഈ ദൃശ്യങ്ങൾ എന്തായാലും ആളുകൾ ഷെയർ ചെയ്യുന്നത്. എന്തായാലും സുഭാൻ ഖാനും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കണം. അദ്ദേഹം അങ്ങനെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് കുറച്ചുപേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. ശരി.